മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ നിന്ന് മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ പിന്മാറി. ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മാധ്യമങ്ങൾ എത്തിയതോടെ പിന്മാറുകയായിരുന്നു. മനീഷ് മഹിപാലിലേക്ക് വീണ്ടും. മനീഷ്, ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം മുൻപ് ഇത്തരം പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നതൊക്കെ ലീഗിന്റെ പ്രതിനിധി പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വലിയൊരു വിവാദമായി അത് മാറുമോ എന്നൊക്കെയുള്ളതൊരു സ്വയം അദ്ദേഹം അങ്ങനെ ചിന്തിച്ച് പിന്മാറി എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹം ഇന്നലെ രാത്രി കൂടി അദ്ദേഹത്തെ നമ്മൾ വിളിച്ചിരുന്നു. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുള്ള കാര്യം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. ഒരു പക്ഷേ ഇങ്ങനെ ഈ രീതിയിലൊരു വ്യാഖ്യാനം പിന്നീട് നാളെ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം ജി സുധാകരൻ ആ പരിപാടിയിൽ നിന്ന് പിന്മാറിയത്. പക്ഷേ ആ പരിപാടിയിൽ നിന്ന് പിന്മാറിയത് കൊണ്ടാണ് ഇത് കുറച്ചുകൂടി വലിയ അധികമായ ഒരു വിവാദമായി മാറിയത്. ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് ആ ലീഗ് പരിപാടിയുടെ അല്ലെങ്കിൽ ആ മുഖപത്രത്തിന്റെ ക്യാമ്പിന് ഉദ്ഘാടനം ചെയ്തിരുന്നുവെങ്കിൽ ഇതൊരു സാധാരണ പരിപാടി എന്ന രീതിയിൽ പോയേനെ, മറ്റ് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. അദ്ദേഹം ഇന്ന് രാവിലെ ലീഗ് നേതാക്കൾ ഇവിടെ എത്തുമ്പോഴും അദ്ദേഹം റെഡിയായി വീടിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പരിപാടി വീട്ടിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് അദ്ദേഹം സമ്മതിച്ചിരുന്നത്. പക്ഷേ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് AM നസീർ വീട്ടിലെത്തി അദ്ദേഹത്തോട് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് മാധ്യമപ്രവർത്തകരെ കണ്ട് അദ്ദേഹം ക്ഷുഭിതനായി. പിന്നീട് അദ്ദേഹം ഈ പരിപാടിയിലേക്കില്ല എന്ന് ലീഗ് നേതാക്കളെ കൂടി അദ്ദേഹം ശകാരിച്ചു. ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കൊണ്ടുവന്ന രീതിയിൽ അങ്ങനെയാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. അദ്ദേഹം ആ രീതിയിൽ ലീഗ് നേതാക്കളോട് ശകാരിച്ചു. പിന്നീടാണ് ലീഗ് നേതാക്കൾ പുറത്തു വന്ന് നമ്മളോട് കാര്യങ്ങൾ പറയുന്നത്. ജി സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യില്ല എന്ന് അറിയിച്ചു. മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമല്ല. മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കും. അതുകൊണ്ട് താൻ ഈ പരിപാടി മറ്റൊരു ദിവസം ഉദ്ഘാടനം ചെയ്യാം, ഈ ക്യാമ്പിൽ ഉദ്ഘാടനം ചെയ്യാം എന്നറിയിച്ചിരുന്നത്. മറ്റ് വിഷയങ്ങൾ ലീഗുമായോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിനില്ല. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ വർഷവും അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിന്റെ ലീഗ് മുഖപത്രമായിട്ടുള്ള ചന്ദ്രികയുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം. ഇത് പക്ഷേ രണ്ട് രാഷ്ട്രീയ സാഹചര്യമാണ്. ഒന്ന്, മുസ്ലിം ലീഗിനെതിരെ CPIM മുഖ്യമന്ത്രി ഇപ്പോൾ എടുക്കുന്ന കടുത്ത നിലപാട്. മുസ്ലിം ലീഗിന് മതേതര സ്വഭാവം നഷ്ടപ്പെട്ടോ, മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയായി മാറി എന്നടക്കമുള്ള ലീഗിനെതിരെ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ലീഗ് മുഖപത്രം ഉദ്ഘാടനം ചെയ്യുന്നതിലെ രാഷ്ട്രീയ വൈരുദ്ധ്യം. മറ്റൊരു വിഷയം, തലേ ദിവസം കൂടി സി സുധാകരനെ പാർട്ടി പരിപാടിയിൽ നിന്നും അവഗണിക്കുന്നു, അദ്ദേഹത്തിനെ വിളിക്കാതിരിക്കുന്നു. കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലത്ത് ആലപ്പുഴയിലെ 14 ഏരിയ സമ്മേളനങ്ങളിൽ 10-ലധികം ഏരിയ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്ത പ്രമുഖനായ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഇത്തവണ ഒരു ലോക്കൽ സമ്മേളനത്തിൽ പോലും ആശംസ പറയാൻ പോലും വിളിച്ചില്ല എന്ന വലിയ കാര്യം വിവാദമായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് പോലും അദ്ദേഹം അവഗണിച്ചു എന്നുള്ള രാഷ്ട്രീയ വാർത്ത വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോഴാണ് മറ്റൊരു കാര്യം കൂടി ഉണ്ടാകുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും MPയും AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തുകയും അതൊരു സ്വകാര്യ സന്ദർശനമാണ്, ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമാക്കേണ്ടതില്ല, സൗഹൃദ സന്ദർശനമായിരുന്നു എന്നതാണ് രണ്ട് നേതാക്കളും സ്വീകരിച്ച നിലപാട്. അതിനിടെയാണ് ലീഗ് മുഖപത്രം ചന്ദ്രിക ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ നിന്ന് ജി സുധാകരൻ പിന്മാറിയത്.